വിച്ചൂട്ടനും ദേവൂട്ടനും തലേ ദിവസമേ എന്നോട് ചോദിച്ചു വെക്കും. അത് രാവിലെ എന്താ കഴിക്കാൻ എന്നല്ല രണ്ടുപേരും ചോദിക്കുന്നത്, ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് എന്താണ് തന്നു വിടുന്നതെന്നാണ്. അത് പലഹാരമാണെങ്കിൽ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഇടയ്ക്കൊക്കെ പലഹാരം കൊടുക്കും. ഒരു ദിവസം പലഹാരമാണെങ്കിൽ പിറ്റേ ദിവസം ചോറായിരിക്കും കൊടുക്കുന്നത്. അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചോറ് കഴിപ്പിക്കുകയും ചെയ്യും. എല്ലാ കറികളും ഒന്നും വേണ്ട, ചില കറികൾ മാത്രമേ കൂട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ദേവൂട്ടൻ എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കും. വിച്ചൂട്ടനെയാണ് നമുക്ക് ഭയങ്കര പാട്. ചിക്കൻ വാങ്ങുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. ചിക്കൻ വെച്ച് എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്കും പുതിയ പുതിയ ഓരോ റെസിപ്പീസൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാനൊക്കെ തോന്നുമല്ലോ. ഏതെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ പാളിപ്പോയിട്ടുണ്ട്, നന്നായിട്ടുമുണ്ട്. പാളിപ്പോകുന്നത് പെട്ടെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ വായിലേക്ക് വെക്കുമ്പോഴേ മുഖമൊക്കെ ഇങ്ങനെ മാറിയിട്ട് തുപ്പുവാണെങ്കിൽ, പെട്ടെന്ന് വായിലുള്ള ഇങ്ങനെ തുപ്പിക്കളയുവാണെങ്കിൽ ഓർത്തുകൊണ്ടാൽ മതി സംഭവം ഏറ്റില്ല എന്ന്. അതല്ല, അത് കഴിക്കുവാണെങ്കിൽ മുഖത്തൊരു ചിരിയും വരും, കൈ കൊണ്ടൊരു ആക്ഷനും ഒക്കെ കാണിക്കും നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഡേ ഇൻ മൈ ലൈഫാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയും കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഈ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നപ്പോഴത്തേന് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിപ്പം ഇന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ഇഡലി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറൊക്കെ കൊണ്ടുമ്പോൾ കുറേ സമയം എടുക്കില്ല. ഇതുപോലെ പലഹാരമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ച് തീർക്കാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഇവർ ഈ പലഹാരമൊക്കെ കൊണ്ടുപോകുന്നത്. ചോറാണെങ്കിൽ ഇങ്ങനെ വാരി കഴിക്കണമല്ലോ. അപ്പം ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കുറച്ച് ചിക്കനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വറക്കാമെന്ന് വെച്ചു. ഇഡലിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇനി എല്ലാ ജോലിയും തീർക്കില്ല കേട്ടോ. അവർ പോകുന്നതിന് മുന്നേ മാക്സിമം ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ചിട്ട് പിന്നെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഒരുപാട് എണ്ണയിലൊന്നും അല്ല കേട്ടോ വറുക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ജസ്റ്റ് ഒരു ഇതിൽ അങ്ങനെ ഒഴിക്കത്തേ ഉള്ളൂ. അതൊക്കെ ഒന്ന് വറക്കാനിട്ടിട്ട് പിന്നെ ഇനിയിപ്പോൾ അവർക്ക് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കണം, എല്ലാം എടുത്ത് വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, രണ്ടുപേരും പോയി വിളിച്ചു. ദേവൂട്ടൻ എഴുന്നേറ്റ് പല്ല് തേക്കലും പരിപാടിയൊക്കെയാണ്. വിച്ചൂട്ടൻ ഏറ്റ് ക്ഷീണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അവരത് കഴിക്കാനിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ലഞ്ചും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും റെഡിയായി. ആദ്യം ദേവൂട്ടൻ കേട്ടോ ഇന്ന് റെഡിയായി വന്ന് സിറ്റൗട്ടിൽ ഇരിക്കുക. വിച്ചൂട്ടനും വന്നിട്ടുണ്ട്. വിച്ചൂട്ടൻ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ചെറുതായിട്ട് ഉടക്കി കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്ത് വിളിച്ചിട്ട് പോലും നോക്കാതെ തിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പം മീനൊക്കെ ക്ലീൻ ചെയ്തത് കറി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു പയർ തോരനോടെ ഉണ്ട് കേട്ടോ. ആ പയർ മെഴുക്ക് പുരട്ടി അതിനുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുവാണേ. ഒരു 9:30-10 ഒക്കെ വരെയുള്ള സമയത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു മഴ പെയ്തു കേട്ടോ. കുറച്ച് ദിവസം ഇങ്ങനെ മഴ പെയ്യാണ്ടിരുന്നിട്ട് പിന്നെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് കേൾക്കാം.
ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ വാങ്ങുന്ന ദിവസം ചിക്കൻ കൊണ്ട് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും ഞാനും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തെ അവർക്ക് സ്നാക്ക് ഉണ്ടാക്കണം. അതിനു വേണ്ടി നമ്മൾ അടുക്കളയിലോട്ട് കയറിയതാണ്. ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയും വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞും പോയി. പിന്നെ ഒന്നും വയ്യാത്ത അവസ്ഥയായി. കാരണം മുട്ടയും ഇല്ല, ബ്രെഡും ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ പിന്നെ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ ആ കിഴങ്ങൊക്കെ ഉടച്ച് ചിക്കനും ഒക്കെ ചെറിയ പീസാക്കി രണ്ടും കൂടെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. പ്രത്യേകിച്ച് പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ചു വെച്ചൊരു ഐറ്റമാണ് കോൺഫ്ലോറ്. ഞാനൊരു പാത്രത്തിൽ കോൺഫ്ലോർ എടുത്തിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ വേറൊരു പാത്രത്തിൽ അല്ലാണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കട്ട്ലറ്റിനുള്ള സാധനങ്ങളൊക്കെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കുന്നതിന് പകരം ഞാൻ ആ കോൺഫ്ലോർ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കിയിട്ടില്ലേ അതിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് പൊടി ഇങ്ങനെ ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ പൊതിയുന്നതിന് പകരം കോൺഫ്ലോറിൻ്റെ പൊടിയിലേക്ക് തന്നെ ആകുമ്പോൾ പെട്ടെന്ന് അതിൽ മൊത്തമായിട്ടുണ്ട്. എങ്ങനെയാവും എണ്ണയിലിട്ട് കഴിയുമ്പോൾ എല്ലാം പൊട്ടിപ്പോകും, മിക്കവാറും കുളമാകും എന്നൊക്കെ വിചാരിച്ചാണ് ഇട്ടത്. എണ്ണയൊക്കെ ചൂടായി വന്നപ്പം മനസ്സിലും കുറച്ച് ചൂടാകൽ കൂടുതലായിരുന്നു. പക്ഷേ ഇട്ടു, എന്താണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പൊട്ടിപ്പോകാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്തു. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്തോട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കട്ട്ലറ്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ലേശം പോലും വിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് അവർക്കുള്ള പാല് തിളപ്പിക്കാനും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കഴിച്ചപ്പോഴും അതിലേറെ സന്തോഷമായെന്ന് മനസ്സിലായി. കാരണം ഇരുന്ന് കഴിച്ചു, ഇല്ലെങ്കിൽ അത് വായിൽ നിന്ന് കളയും. മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറും. അപ്പോൾ എനിക്കും എന്തായാലും സന്തോഷമായി, സംഭവം ഏറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.